എന്താ ഗോപി 30 പേരെ ഇന്റർവ്യൂ ചെയ്ത് ഒരാളെ പോലും സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി എത്ര പേരുണ്ട്? 2 പേരോ? ശരി, പറഞ്ഞുവിട്. നമസ്കാരം സാർ. ഓരോരുത്തരായിട്ടല്ലേ വരാൻ പറഞ്ഞേ. ഇങ്ങനെ ജോഡിയായിട്ട് വന്നാൽ എങ്ങനെ? ഞങ്ങൾ ലവേഴ്സാണ് സാർ. ഓഹോ, അഭിനയിച്ച ശീലമുണ്ടോ? അഭിനയിച്ച ശീലമില്ല, പക്ഷേ പ്രേമിച്ച ശീലമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സത്യമായിട്ട് ലവേഴ്സാണ്. ആ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മോസ്കോ. ഞാൻ ബെർലിൻ. മോസ്കോയും ബെർലിനോ? എന്ത് പേരാടോ ഇത്? ഞങ്ങളുടെ ഒറിജിനൽ പേര് പറഞ്ഞ ഏതു മതക്കാരാണെന്ന് സാറിന് മനസ്സിലാവില്ലേ? അതുകൊണ്ടാ പേര് മാറ്റിയത്. ജാതി മതം ഇതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഹിന്ദു ആരാണ് മുസ്ലിം സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റില്ല. അതുകൊണ്ടാ ഈ പേര് വെച്ചത്. എന്ത് ക്യാരക്ടേഴ്സാ നിങ്ങൾ? ഗോപി, 2 പേരെ മേക്കപ്പ് ടെസ്റ്റ് ചെയ്ത് സ്റ്റില്ലെടുത്ത് പരസ്യം കൊടുക്കുക. പഴനി ഭാസ്കരൻ പുതിയ ചിത്രത്തിൽ ഒറിജിനൽ ലവേഴ്സിനെ തന്നെ തേടി പിടിച്ച് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ഡൗൺ 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 ഡൗൺ. ആ, ഓക്കെ, ഫിക്സ് ചെയ്തേക്ക്. ആ, കം 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 കം. പുതിയതായി അഭിനയിക്കാൻ വരുന്നവർക്ക് എൻ്റെ അഡ്വൈസ് ഇതാണ്: അഭിനയിക്കരുത് അഭിനയിക്കരുത് അഭിനയിക്കരുതെന്ന്. ബിഹേവ് ചെയ്യണം, ക്യാരക്ടർ മാതിരി ബിഹേവ് ചെയ്യണം, എന്നാലേ ശരിയാകും. അടുത്ത സീൻ എന്താണ്? കട്ട് 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 കട്ട്. ഇത് കുറച്ചധികമായി പോയി. ആരോടാ നിങ്ങൾ സംസാരിക്കുന്നത്? പഴനി ഭാസ്കരനോട്. കല്ലില്ലേ, കല്ലിനെ കൊണ്ടുപോലും ഞാൻ അഭിനയിപ്പിക്കും. ഞങ്ങളുടെ ക്യാരക്ടർ എന്താണ് സാർ? ആ, അങ്ങനെ ചോദിക്കേ. നിങ്ങൾ 2 പേരും ലവേഴ്സ്, പ്രണയ ജോഡികൾ. ലവേഴ്സ് എങ്ങനെയാണ് സാർ ക്യാരക്ടർ ആവുന്നത്? എല്ലാം ഒറ്റയടിക്ക് പറയാൻ പറ്റോ? അപ്പപ്പോ പറയും. ഇപ്പൊ എടുക്കാൻ പോകുന്ന സീൻ പറയാം. വിധിയാൽ പിരിക്കപ്പെട്ട ആ ലവേഴ്സ് കുറെ നാളുകൾക്ക് ശേഷം ലവേഴ്സ് പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ശോകനിർഭരമായ രംഗം. ഡയറക്ടർ കരയുന്ന പോലെ തോന്നുന്നു. എന്തിനാ സാർ കരയുന്നത്? ശോകം എങ്ങനെ അഭിനയിക്കണമെന്ന് കണ്ടില്ലേ നിങ്ങൾ? എന്ത് ഡയലോഗാ സാർ പറയേണ്ടത്? ഡയലോഗ് അതാണോ അത്യാവശ്യം? ഈ സീനിൽ ഇമോഷനാണ് മുഖ്യം. അവൻ ഓടി വരുന്നു, ഇവളും ഓടി വരുന്നു. ഓടി വരുന്ന എന്തിനാ സർ? ക്ലോസപ്പ് കട്ട് ചെയ്യും ഞാൻ. അവൻ നോക്കുന്നു, ഇവള് നോക്കുന്നു. മിഡ് ഷോട്ട്, അവള് നോക്കുന്നു, ഇവൻ നോക്കുന്നു. ലോങ് ഷോട്ട്, 2 പേരും അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. സോറി സാർ, നിങ്ങൾ ദേഷ്യപ്പെട്ടാലും പ്രശ്നമില്ല. വളരെ നാളെ പിരിഞ്ഞിരിക്കാണെന്ന് പറയുന്നു. പിന്നെന്തിനാ സാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഓടി വന്ന് കെട്ടിപ്പിടിക്കാനേ ഉള്ളൂ. അതാ നേച്ചുറലായിരിക്കുന്നത്. ഞാൻ ആരാന്നറിയോ? പഴനി ഭാസ്കർ, വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ. 17 പടം ചെയ്തിട്ടുണ്ട്. സോറി സർ. ഡയലോഗ് എന്താന്ന് പറയൂ സർ. പറയാം. രാധേ, കാടുകൾ കരിഞ്ഞാലും ദ്വീപുകൾ കടൽ കയറി നശിച്ചാലും എന്തിനീ പ്രപഞ്ചം തന്നെ ഇല്ലാതായാലും നമ്മുടെ പ്രേമത്തെ പിരിക്കാനാവുമോ? പൊളിറ്റിക്സും ഓർഡിനൻസും IPCയും നമ്മുടെ പ്രേമത്തിന് വിലങ്ങ് തടിയാകുമോ? കഴിയില്ല പ്രിയേ. ഇതാണ് ഡയലോഗ്. ശരിയല്ല, ക്ഷമിക്കണം. ലവേഴ്സ് ആണെന്നല്ലേ പറഞ്ഞത്. കുറെ നാൾ കഴിഞ്ഞ് മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തെ പറ്റിയുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞ് വെറുതെ സമയം കളയില്ല. കെട്ടിപ്പിടിക്കും, മുത്തം കൊടുക്കും. നീ എന്ത് പറയുന്നു? എന്ത് വേണമെന്ന് എന്നെ പഠിപ്പിക്കുകയാണോ? ഐ ആം ദി റൈറ്റർ ഹിയർ. നിങ്ങൾ വലിയ എഴുത്തുകാരനായിരിക്കും സാർ, പക്ഷെ ഞങ്ങൾ ഒറിജിനൽ ലവേഴ്സാ. ഞാൻ ആരാന്നറിയോ? പഴനി ഭാസ്കർ, വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ. 17 പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരാണോ ലവേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്? ഗോപി, ഇവർ 2നും പറഞ്ഞു വിട്ടേക്ക. ഈഡിയാറ്റ്സ്. വേറെ ലവേഴ്സിനെ കൊണ്ടുപോവാ.